എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിലെ ഉത്സവമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു, എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം ഗുരുവായൂർ ഉത്സവത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ എല്ലാവരുടെയും വൈറലായിരുന്നു. എന്താണ്, ഗുരുവായൂർ പകർച്ച നൽകുന്നതായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം വളരെ മോശമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ വന്നത്. ഇപ്പോൾ ആ പകർച്ചയുടെ കാര്യത്തിൽ ഏകദേശം ദേവസ്വം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്, പ്രസാദ ഊട്ട് പകർച്ചയ്ക്ക് നിയന്ത്രണം വരുന്നതാണ് പറയുന്നത്. അളവിലേറെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയിട്ട് ദുരുപയോഗം ചെയ്യുന്നത് പരാതിക്ക് ഇടയാക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും സംഘടനകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും പ്രസാദ ഊട്ടിൻ്റെ പകർച്ച നൽകുന്നത് അടുത്ത വർഷം മുതൽ നിയന്ത്രണം വരും. അളവിലേറെ നേരത്തെ പറഞ്ഞതുമാതിരി ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നത് പരാതിക്ക് ഇടയാക്കിയിരുന്നു. ഉത്സവത്തിൻ്റെ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഉന്നയിച്ചു. മനുഷ്യസാധ്യമല്ലാത്ത വിധം സാധനങ്ങൾ പാചകം ചെയ്ത് വിതരണം ചെയ്തിട്ടും പരാതികൾ ഏറുകയാണ്. പകർച്ച നൽകാൻ വൈകിയാൽ സമൂഹ മാധ്യമങ്ങളിൽ ദേവസ്വത്തിന് അവമതിപ്പ് ഉണ്ടാക്കുന്ന വിധം പ്രചാരണം നടക്കുന്നു. തിങ്കളാഴ്ച ഭരണസമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. ദർശനത്തിനെത്തുന്ന പരമാവധി ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകാനും വലിയ അളവിൽ പകർച്ച നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും ധാരണയായി. പ്രായോഗികമായി ഇത് എങ്ങനെ നടപ്പാക്കുമെന്നത് പിന്നീട് തീരുമാനിക്കും. ഉത്സവം, പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലെ ചുറ്റമ്പലത്തിലെ ഓട്ടപ്രദർശനത്തിലെ ഭക്തരുടെ തിരക്ക് മൂലം ഉത്സവ ചടങ്ങുകൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടിയെന്നും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നൊക്കെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരുപാട് വാങ്ങിക്കൊണ്ടുപോയിട്ട് കേടാവുകയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത് അതൊന്നും ശരിയുള്ള കാര്യം തന്നെയല്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിലൊരു നിയന്ത്രണം വരുന്നൊക്കെയാണ് പറയുന്നത്. ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഉത്സവമൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ആളുകൾ വരുന്നത്. അതാണ്, അങ്ങനെ ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല നല്ല നടപടികൾ ദേവസ്വമൊക്കെ തീരുമാനമെടുക്കട്ടെ. ഭക്തജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ.